എങ്ങനെ നന്നാവാനാണ് ഈ പാർട്ടി? എങ്ങനെയാണ് CPM ഈ വലിയ ദുരവസ്ഥയിൽ നിന്ന് കരകയറുക? മുഖ്യധാരാ മാധ്യമ സ്ഥാപനം രണ്ടുപേർ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇടതും വലതും ഇരുന്ന് ഗോവിന്ദൻ മാഷിനോട് ചോദിക്കുകയാണ്, പയ്യന്നൂര് നിങ്ങൾക്ക് തിരിച്ചടി നേരിട്ടില്ലേ? ബന്ധുവായ താങ്കളുടെ ബന്ധുവിലേക്ക് ചേർന്ന് നിന്ന്, താങ്കളുടെ ഭാര്യയിലേക്ക് ചേർന്ന് നിന്ന് താങ്കൾ മത്സരിക്കാൻ ശ്യാമൾ ടീച്ചറെ കൊണ്ടുവന്നതൊക്കെ വലിയ പ്രശ്നമായില്ലേ? ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഒരു സംഭവം പാർട്ടിയിലില്ല. പാർട്ടി തെറ്റിദ്ധരുത്തി മുമ്പോട്ട് പോകും. അപ്പൊ ഇതൊന്നും തെറ്റല്ലെങ്കിൽ മാസ്റ്ററെ എന്താണ് ഇനി തെറ്റ്? എന്ത് തെറ്റാണ് നമുക്ക് തിരുത്താനുള്ളത്? അത് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് തെറ്റിദ്ധരുത്തും. ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്ര തവണ വരാതിരിക്കുന്നോ അത്രയും പ്രാവശ്യം ജനങ്ങൾ CPM നിന്ന് അകലാതിരിക്കുമെന്ന് CPM-കാർ സഖാക്കൾ സൈബറിടങ്ങളിൽ കുറിച്ച ഒരു വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും തെരഞ്ഞെടുപ്പ് ബലവുമാണ് 2026 കടന്നു കഴിഞ്ഞു പോയത്. ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു മാധ്യമ സമ്മേളനത്തിൽ വന്നിരുന്നിട്ട്, ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഗോവിന്ദൻ മാഷ് എടുക്കുന്ന ആ വലിയ തെറ്റായ സമീപനം തെറ്റാണെന്ന് അംഗീകരിക്കാനേ കഴിയുന്നില്ല അവർക്കെന്നുള്ളതാണ്. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ഇടതിനു വിരുദ്ധമായ ചേരിയിലേക്ക് പോയി എന്നുള്ളതല്ലാതെ. ആഗ്രഹം മത്സരിക്കണമെന്ന അതിതീവ്രമായ ആഗ്രഹമാണ് TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും സുധാകരനെയും ഒക്കെ മറുപാളയത്തിൽ എത്തിച്ചതെന്ന്. മാഷേ, അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി എന്താ? അധികാര ഭ്രമമാണ് അവർക്ക്. അവരെ മാറ്റി നിർത്താൻ CPM നിങ്ങൾ പാർട്ടി പറഞ്ഞപ്പോൾ അവരത് കേട്ടോ? അവരത് കേട്ടില്ല. ജനങ്ങൾ അവരെ വിജയിപ്പിച്ചു. അവരാണ് ശരിയെന്ന് ജനം പറഞ്ഞു. ശ്യാമള ടീച്ചറെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാതിരുന്നെങ്കിൽ, ശൈലജ ടീച്ചറിന് മട്ടന്നൂർ കൊടുത്തിരുന്നെങ്കിൽ കൃത്യമായി ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്നവരുടെ പേരാണ് സഖാക്കൾ എന്ന്. നിങ്ങളുടെ പാർട്ടിയുടെ സോൾ ഉൾക്കൊള്ളുന്ന ജനവിഭാഗം ഇന്നും വിശ്വസിക്കുന്നത് തന്നെയാണ്. പിന്നെ ഗോവിന്ദൻ മാഷ് ഇന്ന് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് കണ്ടു. അതൊന്നും തെറ്റല്ല. തെറ്റ് എന്താണെന്ന് പാർട്ടി തിരുത്തും. ഏതാണ് ഈ പാർട്ടി? പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മാത്രം അടങ്ങുന്ന രണ്ട് ദ്വയങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ പാർട്ടിയോ? P രാജീവ് എന്ന അതുപോലെ തന്നെ സ്വരാജ് എന്ന ഈ നാടിന്റെ മുഴുവൻ സമ്മേളനങ്ങളിലും ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, എവിടെയെല്ലാം സഖാക്കൾ ഒരുമിച്ചിരുന്ന് തെറ്റുതിരുത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അന്ന് മുഴുവനും പേരെടുത്ത് പിണറായി, ഗോവിന്ദൻ മാഷ്, കണ്ണൂർ കമ്മിറ്റി, ആലപ്പുഴ ഓരോ സ്ഥലത്തും ഉണ്ടായ പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല പാർട്ടിയെങ്കിൽ, നിങ്ങൾ മാത്രമാണ് പാർട്ടിയെങ്കിൽ, ഈ പാർട്ടി എങ്ങനെ നന്നാവുമെന്ന വിദൂര സ്വപ്നം പോലും ഹോൾഡ് ചെയ്യാൻ പറ്റാതെ സഖാക്കൾ വീണ്ടും താങ്കളുടെ ഇന്നത്തെ സമ്മേളനം കഴിഞ്ഞ് കൃത്യമായി LDF-നെ വിശ്വസിക്കുന്ന, CPM-നെ വിശ്വസിക്കുന്ന സഖാക്കൾ നെഞ്ചത്ത് കൈവച്ച് ആശങ്കയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് പറയാതെ വയ്യ.